നമസ്കാരം. SFI നടത്തുന്ന പരിപാടികളിൽ ദേശവിരുദ്ധമോ ഹിന്ദു വിരുദ്ധമോ ആയ വാചകങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ കൊണ്ട് നിറയ്ക്കുവാൻ അവർ പ്രത്യേകം ശ്രമിക്കും. ആർത്തവരക്തം ഒഴുകുന്ന അയ്യപ്പ വിഗ്രഹം, അല്ലെങ്കിൽ നഗ്നമായി ചിത്രീകരിക്കുന്ന സരസ്വതി ദേവിയുടെ ചിത്രം, ഇവയിൽ ഏതെങ്കിലും ഒക്കെ അവർക്ക് വളരെയധികം നിർബന്ധമാണ്. അവർ ഈ അടുത്ത ഇടയായി നടത്താൻ ഉദ്ദേശിച്ച ധനുവച്ചപുരത്തെ ആർട്സ് ഫെസ്റ്റിന് കൊടുത്തിരിക്കുന്ന പേര് കലീമ എന്നാണ്. കലീമ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ജമ്മു കശ്മീരിൽ ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരവാദ പദ്ധതിയുടെ പേരാണ് കലീമ. ആ പേര് തന്നെ അവരിതിന് കൊടുക്കാൻ കാരണം തികച്ചും ദേശവിരുദ്ധവും സ്ത്രീവിരുദ്ധവുമാണ് തങ്ങളെന്ന് കാണിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇതിനോട്, ഈ ഒരു കാര്യത്തിനോട് തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നത് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ യദു കൃഷ്ണനാണ്. നമസ്കാരം ശ്രീ യദു കൃഷ്ണൻ. കലീമ എന്നാണ് SFIയുടെ ആർട്ട് ഫെസ്റ്റിന് പേരിട്ടിരിക്കുന്നത്. എന്താണിത്? കശ്മീരി ഭീകരവാദത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? SFI ഇക്കാലം അത്രയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് എപ്പോഴും ഈ രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടാണ്. എന്നും രാജ്യവിരുദ്ധ ശക്തികൾക്ക് കുട പിടിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് അവർ സ്വീകരിച്ചത്. അത് ഒരുപാട് വട്ടം നമ്മൾ കണ്ടതാണ്. ഈ കലോത്സവങ്ങളുടെ വേദിക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ വർഷവും കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് അവർ നൽകിയിരുന്ന പേര് ഇന്തിഫാദ എന്നായിരുന്നു. അതുപോലെ തന്നെ പല കലോത്സവങ്ങളിലും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായി. കഴിഞ്ഞ വർഷം തന്നെ മിക്ക കലോത്സവങ്ങളും നമ്മളുടെ രാജ്യത്തിന്റെ പ്രഖ്യാപിത നിലപാടിനെതിരെ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ പോലെ കലോത്സവങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു. അതിനു മുന്നേയൊക്കെ പല മാഗസീൻ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങിയ SFIയുടെ മാഗസീൻ, അത് നമ്മൾ പൊതുസമൂഹം ഒരുപാട് ചർച്ച ചെയ്തതാണ്. നമ്മുടെ ദേശീയ ഗാനത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒക്കെ ഉള്ള തരത്തിലുള്ള മാഗസീൻ, അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ ഭീകരവാദത്തെ ഏതെങ്കിലും തരത്തിൽ പ്രീണിപ്പിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ബീഫ് ഫെസ്റ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത്തരത്തിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് SFI എക്കാലവും സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ ധന്യോച്ചംബരം ITIയിൽ നടന്ന കലോത്സവത്തിന് ഈ കലിമ എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വാക്കാണ് ഈ കലിമ എന്ന് പറയുന്നത്. ആ പേര് തന്നെ നൽകിക്കൊണ്ട് നമ്മളുടെ രാജ്യത്തെ, അന്ന് അവിടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള ആൾക്കാരെ നോക്കി പല്ലിളിക്കുന്ന സമീപനമാണ് SFI ഇതിലൂടെ കാണിച്ചിട്ടുള്ളത്. ഈ കലിമ ചൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞ് കലിമ ചൊല്ലാൻ അറിയാത്ത പുരുഷന്മാരെയാണ് കൊന്നത്. അതായത് അവിടുത്തെ സ്ത്രീകളെ വിധവകളാക്കുക എന്നതാണ്. അപ്പൊ അതിനെതിരെയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രതികരിച്ചത്. സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരവാദികൾക്കെതിരെയുള്ള ആക്രമണം. സത്യത്തിൽ അത്തരത്തിൽ ഭാരതത്തിന്റെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളയാൻ എന്തെങ്കിലും തരത്തിലുള്ള ചില പോരാട്ടങ്ങളുടെ സൂചനയാണോ ഈ കലിമ? അല്ലെങ്കിൽ അത്തരം പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണോ കലിമയിലൂടെ ചെയ്യുന്നത്? അല്ല, ഇത് രാജ്യവിരുദ്ധ ശക്തികളോടുകൂടി അവർ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഏത് തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിനെതിരെ നടന്നാലും അതിനെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സമീപനാണ് SFI എക്കാലവും സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇത്. സത്യത്തിൽ ഇതൊരു സ്ത്രീ വിരുദ്ധവും കൂടി ആംഗിളും കൂടി ഇതിനകത്ത് ഇല്ലേ കലിമ എന്ന് പറയുമ്പോൾ? കാരണം ഒരു വിധവകളാക്കുക എന്നതാണ് ഒരു ലക്ഷ്യമായിട്ടുള്ളത്. അപ്പൊ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സ്ത്രീ വിരുദ്ധം എന്ന ഒരു രീതിയും കൂടി ഇല്ലേ? അവരുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് പോലും എതിരായിട്ട് വരുന്ന രീതിയിൽ. തീർച്ചയായിട്ടും ഉണ്ട്. കലിമ എന്നുള്ളത് കൊണ്ട് കാരണം പഹൽഗാമിലുണ്ടായിട്ടുള്ള അക്രമം നമ്മളെല്ലാവരും കണ്ടതാണ്. കലിമ ചൊല്ലാൻ അറിയാത്ത പുരുഷന്മാർക്കെതിരെയാണ് അക്രമം നടത്തിയത്. സ്ത്രീകളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെ വിധവയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ. അപ്പൊ അത്തരത്തിലൊരു പേര് തന്നെ ഇത് നൽകുന്നതിലൂടെ ആ ഒരു സമീപനവും കൂടി പുറത്തു കാണുകയാണ്. തീർച്ചയായും. ഇപ്പൊ ഇത് സാധാരണഗതിയിൽ ഇവിടുത്തെ ഹിന്ദു ആചാരങ്ങൾക്കെതിരെ
ഉള്ള ഈ ഹിന്ദു ആചാരങ്ങൾക്കെതിരെ, അതായത് അയ്യപ്പൻ, ആർത്തവ രക്തത്തിൽ മുങ്ങിയിരിക്കുന്ന അയ്യപ്പനും നഗ്നമായ സരസ്വതി രൂപവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇവർക്ക് യാതൊരു മടിയുമില്ല. ആ ഒരു രീതിയിൽ തന്നെ രാജ്യത്തിനെതിരെയുള്ള, അതായത് ഹിന്ദു വിരുദ്ധവും രാജ്യവിരുദ്ധവുമായിട്ടുള്ള സമീപനത്തിലൂടെ ഇവർക്ക് എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇത്തരം ഹിന്ദു വിരുദ്ധ സമീപനവും അതുപോലെ തന്നെ ഈ രാജ്യവിരുദ്ധ സമീപനവും ഉണ്ടാവുന്നത്. ഒരു പ്രത്യേക മതവിഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ ഇതുകൊണ്ട് പ്രീണിപ്പിക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് ഇപ്പോൾ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ആ സമയമായതുകൊണ്ട് കുറച്ചുകൂടി ഇതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവർ നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ ബീഫ് ഫെസ്റ്റിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു സിനിമയെ അതിന് മുന്നേ വന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ അതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു ആ തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി. പക്ഷെ കേരള സ്റ്റോറി എന്നുള്ള ഒരു സിനിമ വന്നപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ മടക്കി വെച്ച് അതിനെതിരെ ബീഫ് ഫെസ്റ്റ് പോലെയുള്ള പരിപാടികൾ നടത്തും. അതും സിനിമ ഇറങ്ങിയിട്ടില്ല, ട്രെയിലർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ആ ട്രെയിലർ പോലും പൂർണ്ണമായിട്ട് കാണാതെ ഇത്തരത്തിൽ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ചാടി ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം ഭീകരവാദ അനുകൂല സമീപനങ്ങളിലൂടെ ഈ വോട്ട് ബാങ്ക്, അങ്ങനെ കിട്ടുന്ന വോട്ട് ബാങ്ക്, ഇപ്പോ എനിക്ക് തോന്നുന്നു SDPIയുടെയും മറ്റ് ഭീകരവാദ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ കൂടെ കൂട്ടുവാൻ വേണ്ടി ഒരു സമീപനമാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ യദുകൃഷ്ണൻ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചതിന്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.